ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സർവകക്ഷി സംഘം വീണ്ടും മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും കാണും. 12 ദിവസത്തിനുള്ളിൽ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് കടക്കുവാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ ചേർന്ന ബഹുജന കൺവെൻഷനിൽ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളുവാൻ 21-ന് വീണ്ടും യോഗം ചേരും. അഡ്വക്കേറ്റ് എ രാജ MLA അടക്കം ബഹുജന കൺവെൻഷനിൽ പങ്കെടുത്തു. ദേശീയപാത 85 നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ടിട്ട് മാസങ്ങൾ കഴിയുകയാണ്. നിർമ്മാണ പ്രതിസന്ധി രൂപം കൊണ്ട ശേഷം നടന്ന കോടതി വ്യവഹാരങ്ങൾക്കൊടുവിൽ നിർമ്മാണ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം ഹൈക്കോടതി ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചിരുന്നു. എന്നാൽ ഇതിന് ശേഷവും വിഷയത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവുകയോ മുമ്പോട്ട് പോക്കുണ്ടാവുകയോ ചെയ്തിട്ടില്ലെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു തുടർ നടപടികൾ തീരുമാനിക്കാൻ അടിമാലിയിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബഹുജന കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. അഡ്വക്കേറ്റ് എ രാജ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS സിദ്ദീഖ്, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ദേശീയപാത സംരക്ഷണ സമിതി ഭാരവാഹികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മറ്റിതര സംഘടനാ ഭാരവാഹികളടക്കം 100-ലധികം ആളുകൾ കൺവെൻഷനിൽ പങ്കെടുത്തു. നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്ന കാര്യത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് സർവകക്ഷി സംഘം വീണ്ടും മുഖ്യമന്ത്രിയെയും വകുപ്പ് മന്ത്രിമാരെയും ചീഫ് സെക്രട്ടറിയെയും കാണാനും 12 ദിവസത്തിനുള്ളിൽ റോഡ് നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ തുടർ സമരങ്ങളിലേക്ക് കടക്കാനും കൺവെൻഷനിൽ തീരുമാനം കൈക്കൊണ്ടു. 21-നകം പരിഹാരമാകുന്നില്ലെങ്കിൽ ഇതേ സംഘം തന്നെ പുതിയ സമരമുഖം തുറക്കുന്നതിന് വേണ്ട തീരുമാനമെടുക്കുകയും അതിശക്തമായ ഇടുക്കി ജില്ലയിൽ ഇതുവരെ കാണാത്ത അതിശക്തമായ സമര പോരാട്ടങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ സത്യാഗ്രഹമുണ്ട്, ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന വഴി അടയ്ക്കൽ സമരമുണ്ട്, അതെ, ചക്രസ്തംഭന സമരമുണ്ട്. അങ്ങനെ ഇന്നവരെ കാണാത്ത തരത്തിലുള്ള അതിഭീകരമായ സമരത്തിന് സർവകക്ഷികളും രാഷ്ട്രീയ ജാതി മതഭേദമന്യേ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് MP MLA മാർ നേതൃത്വം നൽകുന്ന ഒരു സമര പോരാട്ടമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ലെങ്കിൽ തുടർ സമരങ്ങളിൽ തീരുമാനം കൈക്കൊള്ളാൻ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 21-ന് വീണ്ടും യോഗം ചേരും. റോഡ് നിർമ്മാണം ഇനിയും വൈകിയാൽ സമരപ്പന്തൽ തീർത്തുള്ള റിലേ സത്യാഗ്രഹ സമരത്തിനും ചക്രസ്തംഭന വഴിതടയൽ സമരത്തിനുമടക്കം രൂപം നൽകേണ്ടി വരുമെന്നും ദേശീയപാത സംരക്ഷണ സമിതി ബഹുജന കൺവെൻഷനിൽ അറിയിച്ചു. 12 ദിവസത്തിനുള്ളിൽ നിർമ്മാണം ആരംഭിക്കാനുള്ള എല്ലാവിധ ഇടപെടലും നടത്തുമെന്ന് MLA അഡ്വക്കേറ്റ് എ രാജയും യോഗത്തെ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.